Hello, welcome to Market Discussion of the Day. Today, 11th of December 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 പാർട്ടാണ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ആ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്, കണ്ട അഭിപ്രായം പറയാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്ന എന്തെങ്കിലും കാര്യത്തിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ ഇന്നലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു അല്ലേ, മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമായിരുന്നു. ഇന്ത്യൻ ടൈമിംഗ് 12:30 മണിക്കും UK ടൈമിംഗ് 7 മണിക്കുമായിരുന്നു ഈ ഒരു ന്യൂസ് വന്നത് അല്ലേ. സോ ബേസിക്കലി ഫെഡ് റേറ്റ് കട്ട് ചെയ്തു 4% നിന്ന് 3.75% കുറച്ചു. സോ അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി നടന്ന കാര്യം, ആ ഒരു സമയത്ത് ഗോൾഡിലുള്ള മൂവ്മെന്റ് നിങ്ങൾ കണ്ടോ? ഗോൾഡിൽ 4200 റേഞ്ചിലൊക്കെ ആയിരുന്നു മാർക്കറ്റ് നിന്നിട്ടുണ്ടായത്. സോ ഈ ഒരു 1 അവർ ക്യാൻഡിലാണ് കേട്ടോ. ഓക്കെ, സോ പെട്ടെന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് 4282 വരെ പോയി. പിന്നീട് മാർക്കറ്റ് 4220 വരെ, ഓൾമോസ്റ്റ് 400 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് 1 അവറിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോഴൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് 400 പിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ഇത്രയും മൂവ്മെന്റ് ഒക്കെ പണ്ടൊന്നും നടക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. വലിയ വലിയ ഡേറ്റാസ് വരുമ്പോഴും ഇത്രയും വലിയ മൂവ്മെന്റ്സ് ഒന്നും നടക്കത്തില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ബേസിക്കലി ഗോൾഡിൽ എക്കണോമിക്സ് പ്രകാരം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ XAUSD, GBP USD, Euro USD ഒക്കെ മുകളിലോട്ട് പോകണം, USD JPY താഴോട്ടും പോകണം എന്നുള്ളതാണ്. സോ എക്കണോമിക്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. 3 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മന്ത്സിലാണ് ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി പക്ഷേ ഗോൾഡ് ഭയങ്കരമായ ഒരു അപ് ട്രെൻഡോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് മുകളിലോട്ട് കയറി പോകുന്ന ഒരു കാഴ്ചയൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ അത് ചിലപ്പം ഇന്നത്തെ US മാർക്കറ്റിലായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. നമ്മൾ GBP എടുത്തു കഴിഞ്ഞാൽ GBPയും ഒറ്റയടിക്ക് മുകളിലോട്ട് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. യൂറോ ആണെങ്കിലും മുകളിലോട്ട് പോയി ഇപ്പോൾ 1.1701 നിൽക്കുന്നു. USD JPY ആണെങ്കിൽ താഴോട്ടും പോയി എന്നുള്ളൊരു കാര്യമാണ്. എക്കണോമിക്സ് പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ഫണ്ടമെന്റൽ സൈഡിലോട്ട് തന്നെ പോകുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ചെറിയൊരു അനാലിസിസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ നേരത്തെ ഓൾറെഡി നമുക്ക് ഫെഡിലുള്ള പല ആൾക്കാരും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങിന് എതിരായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. സോ അത് അത് നമ്മൾ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ അതൊരു അൺസർട്ടനിറ്റിയാണ്. അതിൻ്റെ കൂടെ തന്നെ പവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഫ്യൂച്ചറിൽ ഉള്ള ഡേറ്റാസ് വെച്ചിട്ട് മാത്രമേ ഇനി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീച്ചിൽ. ഓക്കെ, അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഫെഡ് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാത്തത് കൊണ്ടിട്ട് ഫെഡിനെ ക്രിട്ടിസൈസ് ചെയ്തു, കൂടുതൽ റേറ്റ് കുറയ്ക്കാത്തത് കൊണ്ടിട്ട്. അതുകൊണ്ടിട്ട് തന്നെ പവലിനെ അടുത്ത വർഷം റീപ്ലേസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഫെഡ് ചെയർ പവലിനെ ഡയറക്റ്റ്ലി മാറ്റാനായിട്ടുള്ള അധികാരം ഡൊണാൾഡ് ട്രംപിനല്ല, US പ്രസിഡന്റിന് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. പക്ഷേ അവർ നേരത്തെ നമ്മൾ പറയുന്നൊരു കാര്യമാണല്ലേ, ഫെഡ് ചെയർ പവലും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു ഫ്രിക്ഷൻ നേരത്തെ ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ പുള്ളിക്കാരനെ മാറ്റണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് ബേസിക്കലി ഒരു പ്രഷറാണ്, മാർക്കറ്റിൽ ഒരു പ്രഷറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഹയർ വോളറ്റാലിറ്റി പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഈ ഒരു ന്യൂസിന്റെ പൊളിറ്റിക്കൽ കാര്യം നമ്മൾ നോക്കാൻ നേരത്ത്. ഓക്കെ, സോ ബേസിക്കലി ഇതിൽ നിന്നുണ്ടായ എക്കണോമിക് പരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മുടെ ജോബ് ഗ്രോത്തിനെ ജോബ് ഡേറ്റ ഇന്ന് വരുന്നുണ്ട്, ജോബ് ഡേറ്റ, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. സോ ഇന്നത്തെ നമ്മളുടെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ഉള്ളത് എന്താണ്? അൺഎംപ്ലോയ്മെന്റ് ക്ലെയിമാണ് അല്ലെ, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്നൊക്കെ പറയുന്ന അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. സോ ഇന്നലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നതും അതിൽ നിന്നുണ്ടായ സ്പീച്ചും ഇന്നത്തെ ജോബ് ഡേറ്റയെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ടിട്ട് തന്നെ US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് വലിയ വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്.
ഓക്കെ, ഇൻഫ്ലേഷൻ എന്താ പറയുക, സ്റ്റിൽ എബവ് ടാർജറ്റിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, സോ ഇതെല്ലാം കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് വീണ്ടും ഒരു അൺസർട്ടൺ സിറ്റുവേഷനിലാണ്. ഗോൾഡ് എപ്പോൾ വേണമെങ്കിൽ, ഗോൾഡ് ഒരു കൺസോൾട്ടേഷൻ സിറ്റുവേഷനിൽ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. അത് പ്രത്യേകിച്ചും യു എസ് സെഷന് നമ്മൾ യു എസ് സെഷൻ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ട്രേഡ് എടുക്കാതെ നമ്മളുടെ ലെവൽസിലോട്ട് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിച്ചു പോവാണ്. ഇന്നത്തെ ദിവസം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ച് പോകുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഗോൾഡിലോട്ട് USD JPYയിലോട്ട് വരാം. USD JPY 155.814 നിൽക്കുന്നു. 156.86, ഓൾമോസ്റ്റ് 100 പിപ്സിൻ്റെ എന്താ പറയുക താന്നാണ് ഇപ്പോൾ ഇന്നലത്തെ മാർക്കറ്റിൽ നിന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് USD JPYയിൽ ഉള്ള ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഇന്ന് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 155.80 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ അടുത്തൊരു സപ്പോർട്ട് ഉള്ളത് 155.50, 155.60 റേഞ്ചിലാണ് നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് JPYയിലുള്ളത്. ഓക്കെ, സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ 155.50 അടുത്ത് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 155.20 അടുത്ത് 30 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് അവിടെ ഒരു എൻട്രി എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അത് എന്താ പറയുക, അത് ഓക്കെ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 155.50, 155.60 അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ 155.50 ആ റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ആയിട്ട് ഇടുക. 155.30, ഒരു 30 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസും 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. വെയിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ 155 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിൻ്റെ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 155 അവിടുന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 154.40 താഴെ വേണം സ്റ്റോപ്പ് ലോസ് ഇടാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. 155 അവിടെ ബൈ എടുക്കുന്ന ആൾക്കാർ 155.40 അവിടെ അല്ല, 155.40 താഴെയാണ് എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ബ്രേക്ക് ഔട്ട് സിറ്റുവേഷൻ ഉണ്ടായാൽ, അതായത് 156 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ബ്രേക്ക് ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ 156 അവിടെ നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ആയിട്ട് 155.80 താഴെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. ടാർഗറ്റ് 156.50, 157 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ നമ്മൾ യൂറോ USDയിൽ വരാൻ നേരത്തെ യൂറോ 1.1690 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 1.1700 നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത് 1.1700 മുകളിലായിട്ട് പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് യൂറോ കാണിക്കുന്നത്. ഓക്കെ, സോ യൂറോയിൽ നമുക്ക് ഉള്ളൊരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, 1.1670 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി പോയിന്റ് ആണ്. സ്റ്റോപ്പ് ലോസ് 1.1650 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് 20 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. സോ ഇത് എന്താ പറയുക, ഇത് ഇന്നത്തെ എൻട്രി ആണ്. ഓക്കെ, 20 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ 30 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യുക. 1.1670 റേഞ്ചിൽ നമുക്ക് ബൈ എൻട്രി യൂറോയിൽ എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അവിടുന്ന് ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ നമുക്ക് ടാർഗറ്റ് 1.1700 ഒക്കെ എടുത്ത് വെച്ചിട്ട് ടാർഗറ്റ് എടുത്ത് മാറുകയും ചെയ്യാം. കാരണം നമ്മൾ ഓൾമോസ്റ്റ് 20 പിപ്സേ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുള്ളൂ. ഒരു 30 പിപ്സ് 40 പിപ്സ് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. വെയിറ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ 1.1640 അവിടുന്ന് നമുക്ക് ബൈ എൻട്രി എടുത്ത് പോവുകയും ചെയ്യാം. അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1.1620, 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റും എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ,
നേരെ നമ്മളുടെ GBP/USD വരുമ്പോൾ GBP ഇപ്പോൾ 1.3365 1.3370 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ GBPയിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി ഉള്ളത് 1.3350 അവിടെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. 1.3350 അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1.3330 അവിടെ, ഓക്കെ, 3320 റേഞ്ചിൽ, ഓക്കെ, ഒരു 30 പിപ്പിന് 1.3350 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3320 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. 30 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ്, ഓക്കെ, ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 45 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റും എടുത്ത് പോവുകയും ചെയ്യാം GBPയിൽ. ഇന്നത്തെ എൻട്രിയാണ് കേട്ടോ. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് 1.3300 വരെ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോകണം. 1.3300 ബൈ എൻട്രി എടുക്കുന്നുള്ള ആൾക്കാർക്ക് 1.3270 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുകയും ചെയ്യാം. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. ഓക്കെ, സോ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ ഇന്ന് എല്ലാ ക്യാൻഡിൽസും 4200 മുകളിലായിട്ടാണ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു എൻട്രി പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4190 4200 റേഞ്ചിൽ നമുക്ക് ബൈ എൻട്രി എടുത്ത് പോവുകയും ചെയ്യാം. എന്താണെങ്കിലും 4170 താഴെയായിട്ട് വേണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്, നിങ്ങൾ എവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാലും. ഓക്കെ, സോ എൻട്രി എടുക്കുന്ന ആൾക്കാർക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 4225 4230 ഉറപ്പായിട്ടും അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. അവിടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ ടാർഗറ്റ് 4240 4245 റേഞ്ചിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റും എടുത്ത് പോവുകയും ചെയ്യാം. ബേസിക്കലി 1:1.5 റേഷ്യോയിൽ തന്നെ എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ എത്രയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫണ്ട്, അതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ ടാർഗറ്റ് കൺസിഡർ ചെയ്യാനായിട്ട്. പക്ഷേ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ 4245 മുകളിലായിട്ട് മാർക്കറ്റ് 1 അവർ ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഒരു ബ്രേക്ക് ഔട്ട് ആയെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് 4245 മുകളിലായിട്ട് ബൈ എൻട്രി എടുത്ത് 4230 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് 4270 റേഞ്ചിൽ 65-70 റേഞ്ചിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോകാവുന്നതുമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് എന്താ പറയുക, ഇന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഈ എൻട്രികളെല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വെറുതെ മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ US മാർക്കറ്റ് സെഷനിൽ ഉറപ്പായിട്ട് മിച്ചൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലത്തെ ഡേറ്റ പ്രമാണിച്ച് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പൊസിഷൻ മാർക്കറ്റിൽ എടുക്കാൻ എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.